കൊല്ലത്ത് CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാനദണ്ഡം പാലിച്ച് സ്ഥാപിച്ച തോരണങ്ങളും ബോർഡുകളും നീക്കം ചെയ്തു തുടങ്ങി. CPIM പ്രവർത്തകരും തൊഴിലാളികളും യുവതീ-യുവാക്കളും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനം ഏറ്റെടുത്തത്. സ്വാഗത സംഘം ജനറൽ കൺവീനർ എസ് സുധേവൻ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സമ്മേളനം കഴിഞ്ഞ ശേഷം നഗരം ശുചീകരിക്കുമെന്ന് പൊതുസമ്മേളന വേദിയിൽ സ്വാഗത സംഘ ജനറൽ കൺവീനർ എസ് സുധേവൻ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും നൽകിയ ഉറപ്പാണ് പാലിക്കുന്നത്. സമ്മേളനത്തിന് മാനദണ്ഡം പാലിച്ച് സ്ഥാപിച്ച ആയിരക്കണക്കിന് ബോർഡുകളും കൊടിത്തോരണങ്ങളും ശില്പങ്ങളും ഇൻസ്റ്റലേഷനുകളും ഉൾപ്പെടെ നീക്കം ചെയ്തു തുടങ്ങി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും. പുനർ ഉപയോഗിക്കാൻ കഴിയുന്ന കൊടിത്തോരണങ്ങളും ഫ്രെയിമുകളും മറ്റും സൂക്ഷിക്കും. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത പൊതുപരിപാടികൾ കഴിഞ്ഞാൽ പൊതുയിടങ്ങൾ ശുചീകരിക്കുക എന്ന സാമൂഹിക ബാധ്യത ഏറ്റെടുക്കണമെന്ന സന്ദേശമാണ് പകരുന്നതെന്ന് ശുചീകരണത്തിന് നേതൃത്വം നൽകിയ സ്വാഗത സംഘ ജനറൽ കൺവീനർ എസ് സുധേവൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. പ്രധാനപ്പെട്ട പൊതുപരിപാടികൾ, സമ്മേളനങ്ങൾ ഇതെല്ലാം നടന്നാൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്ന ആ പ്രദേശത്ത് സ്വാഭാവികമായിട്ട് ശുചീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം സ്വാഭാവികമായിട്ട് അത് ഉയർന്നു വരും. ഇതേപോലുള്ള പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നവർ വാടകയ്ക്കാണെങ്കിലും സ്ഥലങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പഴയ അവസ്ഥയിൽ ശുചീകരിച്ച് അത് എത്തിക്കുക എന്നുള്ളത് പരിപാടി നടത്തുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. അങ്ങനെ ഒരു പൊതുബോധ സമൂഹത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറ്റ് സംഘടനകളും ഏറ്റെടുക്കുക. 2 ദിവസത്തിനുള്ളിൽ ശുചീകരണ പ്രവർത്തനം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. CPIM പ്രവർത്തകരും തൊഴിലാളിയും സ്ത്രീകളും യുവതീ-യുവാക്കളും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനം ഏറ്റെടുത്തത്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.